എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇതിപ്പോ നമ്മ വിളവെടുത്ത കൊക്കോ കായകളാണ്. അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻ ഡയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മ കൊക്കോ വെച്ചിട്ട് നമ്മ കൊക്കോ പൗഡർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് കൊക്കോ പൗഡർ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ നമ്മ വിളവെടുത്ത ഇതാണുള്ള നമ്മ വിളവെടുത്ത കൊക്കോ കായകള്. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കണ്ട ഇതേപോലെ ഉൾവശം ഇരിക്കണത് നിറച്ച് കായകളാണ്. കണ്ട ഇതൊക്കെ നിറച്ച് കായകളാണ്. ഈ കായകളൊക്കെ നമുക്ക് ഇതേപോലെ എടുക്കണം. കണ്ട ഒരു ചെറിയ കായാണെങ്കിൽ ഇഷ്ടം പോലെ കുരു ആയിക്കോളൂ. കണ്ട തോട് ഇതേപോലെയാണ് ഇരിക്കണത്. നമുക്ക് വളമൊക്കാനായിട്ടൊക്കെ എടുക്കാം. അപ്പൊ നമുക്കിത് മഞ്ഞ കളറൊന്നും ആവണ്ട കൊക്കോ വിളവെടുക്കാനായിട്ട്, നമ്മ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. നമ്മ ഒരു പച്ച കളറ് ആവുമ്പോ തന്നെ നമുക്ക് ഇത് വിളവെടുത്ത് തുടങ്ങാം. കണ്ട അപ്പൊ ഇതേപോലെയാണ് എല്ലാ തോടിന്ന് നമുക്ക് ഇതിന്റെ കായ എടുക്കണ്ട. ഇത് നമുക്കൊന്ന് നല്ല ഒരു മധുരവും പുളിയും കൂടിയൊക്കെ കലർന്നതാണ് ഇതിന്റെ ഈ പുറം ഭാഗത്തെ ജെല്ല്. അപ്പൊ നമുക്ക് ഇത് ഇതേപോലെ കണ്ട ഒരു കൊക്കോ മരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ ഇട്ടോട്ടെ നമുക്ക്. ഇതേപോലെ എടുത്തിട്ട് നമ്മ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുക്കണം ഇതിനെ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് കഴുകണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് വേണ്ട ഇതിലോട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിക്കാം. ഇത് വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് നേരം വച്ചാലാണ് ഈ പുറത്തായി നമ്മുടെ ജെല്ല് കുറച്ച് പോയി കിട്ടുള്ളൂ. അപ്പൊ കുറച്ച് നേരം നമ്മ ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കാട്ടോ. വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് ഈ കുരു മാത്രം കണ്ട ഇതേപോലെ കുരു മാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല വെയിലിൽ ഉണക്കാം. ഞാനപ്പോൾ ഇവിടെ ഇപ്പോൾ ഡ്രയറിലാണ് ഉണക്കാൻ പോണത് കേട്ടോ. ഡ്രയറിൽ ഉണക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ കണ്ട ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കിടക്കണം. വെള്ളത്തിൽ കിടന്നെങ്കിലാണ് ഇതിൽ നിന്ന് കുറേയൊക്കെ ഈ ജെല്ല് പോയി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിന് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കൊക്കോക്കായ കണ്ട 3 ദിവസം നമുക്ക് വെയിലുള്ളത് കൊണ്ട് തന്നെ വെയിലത്ത് തന്നെയാണ് ഇട്ടത്. അപ്പൊ 3 ദിവസം കൊണ്ട് തന്നെ കണ്ട ഇതേപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ ഉണങ്ങി കിട്ടും. അപ്പൊ കണ്ട ഇതേപോലെ കിളിങ്ങണ രൂപത്തിൽ ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നന്നായിട്ട് നമുക്ക് കപ്പലണ്ടി ഒക്കെ വറുക്കൂല, അതേപോലെ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് വേണം നമ്മിന്റെ തോലിന്റെ പുറത്തുള്ള തോലുണ്ട്, കപ്പലണ്ടിയുടെ പോലെ തന്നെ ഒരു തോലുണ്ട്, അത് കളഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് പൗഡർ ആക്കാനായിട്ട്. അപ്പൊ നമുക്ക് കൊക്കോ വറുത്തെടുക്കാം. വറുക്കാനായിട്ട് നമ്മ പുരുളിയില വറുക്കണ കണ്ട ഇത് ഇതേപോലെ നന്നായിട്ട് നമുക്ക് കപ്പലണ്ടിയൊക്കെ വറുക്കൂലേ അതേപോലെ ഇതേപോലെ നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിന്റെ പുറത്തെ തോലില്ലേ ഇങ്ങോട്ട് ഇളകിപ്പോരും. ആ ഇളകി പോരുന്ന തോലൊക്കെ കളഞ്ഞിട്ടാണ് നമ്മ കൊക്കോ പൗഡർ ഉണ്ടാക്കണത്. ഇതേപോലെ കണ്ട അടുപ്പിലിട്ടിട്ട് നല്ല ഒരു നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് നല്ല കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് കത്തി പിടിക്കും. നമ്മ ഇങ്ങനെ ഇളക്കല് നിർത്താനൊന്നും പാടില്ല. അപ്പൊ നമ്മുടെ കൊക്കോ കായ ചൂടാറി തോലൊക്കെ കളഞ്ഞു കണ്ട. തോലൊക്കെ കളയുമ്പോ ഇതേപോലെയാണ് ഇരിക്കണത്. അപ്പൊ നമുക്ക് കുറച്ച് കണ്ട നിങ്ങളെ കാണിക്കാനായിട്ട് തോല് എങ്ങനെയാണ് കളയണ്ടേന്ന് കണ്ട. അപ്പൊ നമ്മ തോല് കണ്ടത് ഇതേപോലെ പെട്ടെന്ന് ഇളകി പോരും. നമുക്കിത് കണ്ട ഇതേപോലെ പൊളിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മ നന്നായിട്ട് വറുത്തതാണല്ലോ കണ്ട. ഇതേപോലെ നമുക്ക് പൊളിച്ചിട്ട് ഈ തോലെന്തായാലും നമുക്ക് കളയണം കേട്ടോ. തോല് ഇതേപോലെ കളഞ്ഞെടുത്താൽ മതി കണ്ട. അപ്പോൾ ഇതേപോലെ ആക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും കണ്ട. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമുക്കിനി മിക്സിയിലിട്ട് ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് കണ്ട കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നമ്മ പൊടിക്കണ ജാറിലിട്ടിട്ടാണ് പൊടിക്കണത്.
നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു. വേണ്ട ഇതേപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഇത് പൊടിയണം തോന്നുന്നുണ്ട്. ഒന്നുകൂടെ പൊടിയാനുണ്ട്. നമുക്കൊന്നുകൂടെ പൊടിക്കാം. നല്ല ചോക്ലേറ്റിന്റെ മണം വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇത്തിരി ചൂടാറിയ കാരണം കേട്ടാ. നമ്മ ചൂടേപ്പാടിയാണ് പൊടിക്കണമെങ്കിലില്ലേ ഇത് പെട്ടെന്ന് തന്നെ ഒറ്റ ഇതിന് തന്നെ പൊടിഞ്ഞിട്ടും. ഇതിപ്പോ ചൂടാറിയിരിക്കണോണ്ടാണ്. കണ്ട നല്ല ചോക്ലേറ്റിന്റെ മണം കേട്ടാ. ശരിക്കും നല്ല മണമാണ് ചോക്ലേറ്റിന്റെ. അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് ഇതിന് ഫുള്ള് ഇത് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കൊക്കോ ഒക്കെ നമ്മ പൗഡർ ആക്കി. കണ്ട കൊക്കോ പൗഡർ. ശരിക്കും ഞാനിത് ആദ്യമായിട്ടാണ് കൊക്കോ വെച്ചിട്ട് പൗഡർ ഉണ്ടാക്കണത്. ഒരുപാട് കൊക്കോ ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മ ആ കായ മാത്രം ഇങ്ങനെ ചപ്പി കഴിച്ചിട്ട് കളയില്ല പതിവ്. അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കി. നല്ല സ്മെല്ലാണ്. ഇനി നമുക്ക് ഇത് വെച്ച് മിഠായിക്ക് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ കൊക്കോ. നമ്മുടെ വീട്ടില് കൊക്കോ ഒക്കെ ഉള്ളോര് എന്തായാലും ഈ ചോക്ലേറ്റിന്റെ കൊക്കോ പൗഡർ ഉണ്ടാക്കണം. വളരെ എളുപ്പത്തിൽ കണ്ടില്ല നമ്മ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ കൊക്കോ പൗഡർ ആക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.